ഞാൻ ഗൾഫിൽ ഭർത്താവിനോടൊപ്പം ജീവിക്കുന്ന കുടുംബിനിയായ ഭാര്യയാണ്. എൻ്റെ ചോദ്യം, ഒരു ഭാര്യയും ഭർത്താവും 3 മാസത്തിൽ കൂടുതൽ വിട്ടുനിൽക്കരുതെന്നാണല്ലോ ഇസ്ലാം പറയുന്നത്. അങ്ങനെ ഇരിക്കെ ഒട്ടുമിക്ക ഭാര്യമാരോടൊപ്പം ഉള്ള കാലം ഒരുമിച്ച് ജീവിക്കണമെന്നോർത്ത് കുറഞ്ഞ ശമ്പളത്തിൽ ഗൾഫിൽ ഒരുമിച്ച് ജീവിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇപ്പോഴത്തെ ആളുകൾ. ഞങ്ങളും അങ്ങനെ തന്നെ. പക്ഷേ ഭർത്താക്കന്മാരോടൊപ്പം നിൽക്കുന്ന ഞങ്ങൾ ഭാര്യമാർ നാട്ടുകാരുടെയും ഭർത്താവിൻ്റെ വീട്ടുകാരുടെയും മുമ്പിൽ വലിയ തെറ്റുകാരാണ്. മരുമക്കൾ അവരുടെ സുഖം നോക്കിപ്പോയി എന്നാണ് കുറ്റം. ഭർത്താവിൻ്റെ ഉമ്മ കൂടെ വിളിച്ചാൽ വരില്ല. ഭർത്താവിൻ്റെ സഹോദരിമാരും കുടുംബങ്ങളിലെല്ലാം ഞങ്ങൾ സുഖം നോക്കിപ്പോയെന്ന് പറഞ്ഞു ഞങ്ങളെ മോശക്കാരായി ചിത്രീകരിക്കുന്നു. അവർക്ക് വേണ്ട ക്യാഷ് ബുദ്ധിമുട്ടിലാണെങ്കിലും അയച്ചു കൊടുക്കാറുണ്ട്. കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നുമുണ്ട്. ഭർത്താവിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കുന്നത് തെറ്റാണോ? പ്രവാസ ജീവിതം ഒഴിവാക്കി ഭർത്താവുമൊത്തുള്ള ജീവിതം മതിയാക്കി ഭർത്തൃമാതാവിൻ്റെ കൂടെ നിൽക്കുകയാണോ ഞങ്ങൾ ചെയ്യേണ്ടത്? ഇവരിത് ആലോചിക്കേണ്ട കാര്യം തന്നെയല്ലേ. അവരങ്ങോട്ട് കൊണ്ടുപോകാൻ തീരുമാനിച്ചത് ആരാണ്? ഈ ഭർത്താവല്ലേ. എന്തെങ്കിലും ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ അയാൾക്കല്ലേ ഉത്തരവാദിത്തം. ഇപ്പൊ നിങ്ങളെ ഭാര്യനോട് നീ എൻ്റെ കൂടെ വന്ന് താമസിച്ചോ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അവർക്ക് അതിനെപ്പറ്റി ചിന്തിക്കേണ്ട കാര്യം എന്താ? അയാൾ പറഞ്ഞോട് കേട്ട് അയാളെ കൂടെ താമസിച്ച് ജീവിച്ചാൽ പോരെ. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അവനെ ഭർത്താവിൻ്റെ കൂടെയല്ലേ താമസിക്കണത്. ഇത് വെറുതെ ഒരു വസ്വാസം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിലൊരു പ്രശ്നമില്ല. ആരെന്ത് പറഞ്ഞാലും പ്രശ്നമില്ല. ഒറ്റ വാക്ക് തീർന്നു. അദ്ദേഹം എന്ത് ചെയ്തു? ഇങ്ങോട്ട് വാ, എൻ്റെ കൂടെ താമസിക്കാമെന്ന് പറഞ്ഞു. ഞാൻ പോയി അവരോട് താമസിക്കുന്നു. എത്ര സിമ്പിളാണ് അതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ. പിന്നെ അവർ സുഖമായി വിവാഹം കഴിച്ചത് എന്തിനാണ്? ഒന്നിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനൊരു പ്രശ്നമില്ല. അവർക്ക് ഒന്നിച്ച് ജീവിക്കാം, ഒരു പ്രയാസം അതിനില്ല. വാപ്പനെയും ഇമ്മനെയും നാട്ടുകാരെയും ഒക്കെ എന്ത് ചെയ്യണം, നോക്കേണ്ടൊക്കെ ഘട്ടം വരുമ്പോൾ അപ്പം നോക്കണം എന്നല്ലാതെ വിവാഹം കഴിഞ്ഞവർ ഗൾഫ് പോകാൻ പറ്റൂല, അവരൊന്നിച്ച് നിൽക്കാൻ പറ്റൂല എന്നൊന്നും പറയുന്നതിന് യാതൊരു ന്യായവും ആർക്കില്ല. ഏതായിരുന്നാലും ഗൾഫ് പോയി ഭർത്താവിന് കൂടെ ജീവിക്കുന്ന പെണ്ണുങ്ങളാരും ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. കാരണം അവൾ എവിടെ താമസിക്കണം തീരുമാനിക്കേണ്ട അവകാശം ആർക്കാണ്? ഭർത്താവ്. അത് അയാൾ തീരുമാനിച്ചു. അയാൾ ഇവിടെ തീരുമാനിച്ചാൽ ഇവിടെ താമസിക്കാം, അവിടെയാണ് നല്ലത്, നീ ഇങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞാൽ അവിടെ പോയി താമസിക്കാം. അതിലൊരു കുറ്റബോധത്തിൻ്റെ യാതൊരു ആവശ്യമില്ല.